വാഗ്ദാനം സത്യം. ഈ വസുദേവനത് പാലിക്കും. സത്യം, സത്യം, സത്യം. നാം ഇത് വിശ്വസിക്കുന്നു. ഇവരാണ് ചേടിമാരെന്ന് പറഞ്ഞ് ഗോശാലയമ്മ പരിചയപ്പെടുത്തിയപ്പോ ഒന്ന് മുഖം ഉയർത്തി നോക്കി, അത്രമാത്രം. അപ്പോൾ മുഖത്ത് വല്ലാത്ത വിഷാദമായിരുന്നു. ഞാനും ശ്രദ്ധിച്ചിരുന്നു, ഉള്ളിലേതോ കടലിരമ്പം പോലെ. സപത്നിമാർ അടക്കം പറഞ്ഞു ചിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ചിരി കണ്ടില്ല. പക്ഷേ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചു, വസുദേവരാജന്റെ വധുക്കൾ 7 പേരും ഒരുമിച്ചങ്ങനെ നിന്നപ്പോൾ പുതിയ വധുവിന് തന്നെയായിരുന്നു ദീപ്തിയേറെ. പൗരവി ദേവി, രോഹിണി ദേവി, ഭദ്രാദേവി, മധിരാദേവി, രോചനാദേവി, ഇളാദേവി ഏവരും ചന്തം തികഞ്ഞവർ തന്നെ. പക്ഷേ ദേവകി ദേവിയിൽ ചന്തത്തിനപ്പുറം മറ്റെന്തോ ഒരു ചൈതന്യം അല്ലേ? കൊട്ടാരത്തിലെ സൈരന്ധ്രിമാരുടെ വൈഭവം. ക്ഷമിക്കണം, അങ്ങ് എത്തിയതറിഞ്ഞില്ല. വേണ്ട. ദേവിയുടെ മനോവ്യസനം നമുക്കറിയാം. നമ്മുടെ പ്രതിജ്ഞ, അതും ദേവിയുടെ അനുമതി വാങ്ങാതെ. പിറക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം വധിക്കാൻ നൽകണമെന്ന വിചാരത്തോടെ മണിയർ പോകാൻ ഏത് സ്ത്രീക്കാണ് കഴിയുക? ദേവി പോർക്കണം. അരുത്, അങ്ങ് ഇവളോട് ക്ഷമായാചന നടത്തരുത്. വാൾമുനയിൽ നിന്ന് ഇവളെ രക്ഷിച്ചത് അങ്ങയുടെ വാക്കുകളാണ്. ആ നിമിഷം അതുമാത്രമേ ചിന്തിച്ചുള്ളൂ. ദേവിയുടെ ജീവൻ. അതിനറിയാവുന്ന സാമോപായത്തിന്റെ വഴികളെല്ലാം എടുത്തു. മഹാരാജനോട് ശ്ലാഘനീയനെന്ന് വാഴ്ത്തി സംബന്ധ സൂചന നടത്തി. ലാഭം, ഉപകാരം, അഭേദം, ഗുണകീർത്തനം വാക്കുകളാൽ ആവതെല്ലാം ചെയ്തു. എന്നിട്ടും അടങ്ങാത്ത കലിക്ക് മുന്നിൽ നമുക്കതേ തോന്നിയുള്ളൂ. ഉപായം. കാലോചിത ബുദ്ധിയിൽ തെളിഞ്ഞ ആ ശപഥമോർത്ത് പിടയ്ക്കുന്നുണ്ട് ഈ മനസ്സിപ്പോഴും. ദേവകി, എങ്കിലും ആശ്വസിക്കണം, സമാധാനിക്കണം. സത്യാന്നാസ്തി പരോധർമ്മ ധർമ്മോ അസ്മത് കുലദൈവതം. കേട്ടിട്ടുണ്ടാകും ഈ പ്രമാണം. സത്യം തന്നെ വലുത്, അതിലും വലിയ ധർമ്മമില്ല. പറഞ്ഞ വാക്കുകൾ നമുക്ക് പാലിക്കണം. സത്യപരിപാലനമെന്ന പരമമായ ധർമ്മം ചെയ്യാനുറച്ചാൽ പുത്രധർമ്മത്തെക്കുറിച്ചുള്ള വ്യാകുലത മനസ്സിലെന്തിന്? പരമമായ സത്യം പരമാത്മാവാണ് ദേവി. ആ ഭഗവത് തത്വം അറിയുന്ന നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതായി എന്താണുള്ളത്, അല്ലേ?